ഒരിക്കൽ ഒരു ശില്പി ശില്പം കൊത്താനായി ഒരു കല്ല് തിരഞ്ഞെടുത്തു. എന്നാൽ ഉളിയേറ് തുടങ്ങിയപ്പോൾ തന്നെ വേദന സഹിക്കാനാവാതെ ആ കല്ല് കരഞ്ഞു. ശില്പി ആ കല്ലുപേക്ഷിച്ചു. പിന്നീട് കണ്ട മറ്റൊരു കല്ല് കഠിനമായ വേദന സഹിച്ചുകൊണ്ട് ശില്പിക്ക് വഴങ്ങിക്കൊടുത്തു. ദിവസങ്ങൾക്കൊടുവിൽ ആ കല്ല് മനോഹരമായ ഒരു വിഗ്രഹമായി മാറി. ആ വിഗ്രഹം ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടു. എല്ലാവരും അതിനെ വണങ്ങുകയും പൂജിക്കുകയും ചെയ്തു. എന്നാൽ വേദന ഭയന്ന ആദ്യത്തെ കല്ല് ക്ഷേത്രത്തിന്റെ പടിക്കൽ തേങ്ങയുടയ്ക്കാനായി വയ്ക്കപ്പെട്ടു. ഓരോ തവണയും അടികിട്ടുമ്പോൾ ആ കല്ല് വിഗ്രഹത്തോട് തന്റെ സങ്കടം പറഞ്ഞു. അപ്പോൾ വിഗ്രഹം മറുപടി നൽകി, അന്ന് ആ ഉളിയടികൾ നീ സഹിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ പൂജകൾ നിനക്ക് ലഭിക്കുമായിരുന്നു. ജീവിതത്തിലെ കഷ്ടപ്പാടുകളെയും പരീക്ഷണങ്ങളെയും ക്ഷമയോടെ നേരിട്ടാൽ മാത്രമേ നമുക്ക് ഉന്നതിയിലെത്താൻ കഴിയൂ എന്ന് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഒരിക്കൽ ബുദ്ധൻ ഒരു ശിഷ്യനോട് കുളത്തിൽ നിന്ന് വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഒരു കാളവണ്ടി ഇറങ്ങിയത് കാരണം കുളത്തിലെ വെള്ളം ചെളി കലങ്ങി അഴുക്കായി കിടക്കുകയായിരുന്നു. വെള്ളം കുടിക്കാൻ കഴിയില്ലെന്ന് ശിഷ്യൻ ബുദ്ധനെ അറിയിച്ചു. കുറച്ചു സമയം കഴിഞ്ഞ് ബുദ്ധൻ വീണ്ടും ശിഷ്യനെ അങ്ങോട്ടേക്ക് അയച്ചു. അപ്പോൾ ചെളിയെല്ലാം താഴെ അടിഞ്ഞ് വെള്ളം വളരെ തെളിഞ്ഞതായി ശിഷ്യൻ കണ്ടു. അവൻ സന്തോഷത്തോടെ വെള്ളം ബുദ്ധന് നൽകി. അപ്പോൾ ബുദ്ധൻ പറഞ്ഞു, നമ്മുടെ മനസ്സും ഇതുപോലെയാണ്. മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ അതിനെ ബലമായി ശാന്തമാക്കാൻ ശ്രമിക്കരുത്. പകരം അല്പം സമയം നൽകുക. അപ്പോൾ അനാവശ്യ ചിന്തകൾ തനിയെ മാറുകയും മനസ്സ് തെളിഞ്ഞ വെള്ളം പോലെ ശാന്തമാവുകയും ചെയ്യും. ക്ഷമയും സമയവുമാണ് ഏതൊരു പ്രശ്നത്തിനുമുള്ള പരിഹാരം എന്നതാണ് ഈ കഥയുടെ സന്ദേശം. ഒരിക്കൽ ഒരാൾ ഒരു വലിയ ആനത്താവളം സന്ദർശിക്കുകയായിരുന്നു. അവിടെ വലിയ ശരീരവും കരുത്തുമുള്ള ആനകളെ നിരനിരയായി നിർത്തിയിരിക്കുന്നത് അദ്ദേഹം കണ്ടു. എന്നാൽ അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിയ ഒരു കാഴ്ചയുണ്ടായിരുന്നു. ആ ഭീമാകാരന്മാരായ ആനകളെ തളച്ചിരിക്കുന്നത് വലിയ ഇരുമ്പ് ചങ്ങലകൾ കൊണ്ടൊന്നുമല്ല, മറിച്ച് അവരുടെ ഒരു കാലിൽ കെട്ടിയിരിക്കുന്ന വെറും ഒരു ചെറിയ കയർ മാത്രമാണ്. ആനകൾ വിചാരിച്ചാൽ ഒരു നിമിഷം കൊണ്ട് ആ കയർ പൊട്ടിച്ചെറിയാം. എളുപ്പത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെടാം. പക്ഷെ എന്തുകൊണ്ടോ അവ അതിന് ശ്രമിക്കുന്നതേയില്ല. കൗതുകം സഹിക്കാനാവാതെ അദ്ദേഹം അടുത്തുണ്ടായിരുന്ന പാപ്പാനോട് ഇതിന്റെ രഹസ്യം തിരക്കി. പാപ്പാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതിലൊരു രഹസ്യവുമില്ല സുഹൃത്തേ, ഇവ കുട്ടികളായിരുന്നപ്പോഴും ഞങ്ങൾ ഇതേ വലിപ്പമുള്ള ചെറിയ കയർ തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. അന്ന് ആ പ്രായത്തിൽ ആ കയർ പൊട്ടിക്കാൻ ഇവയ്ക്ക് കഴിയില്ലായിരുന്നു. നൂറുകണക്കിന് തവണ അവ ശ്രമിച്ചിട്ടുണ്ടാകാം, പക്ഷേ ഓരോ തവണയും അവ പരാജയപ്പെട്ടു. ഒടുവിൽ തനിക്ക് ആ കയർ പൊട്ടിക്കാൻ കഴിയില്ല എന്ന ചിന്ത ആ കുട്ടിയാനകളുടെ മനസ്സിൽ ഉറച്ചുപോയി. പാപ്പാൻ തുടർന്നു, ഇന്ന് അവ വളർന്ന് വലിയ ആനകളായിട്ടും ആ പഴയ ചിന്ത അവരെ വിട്ടുപോയിട്ടില്ല. ആ കയർ ഇപ്പോഴും തന്നെ തളച്ചിടാൻ ശക്തമാണ് എന്ന് അവർ വിശ്വസിക്കുന്നു. അതുകൊണ്ടുതന്നെ ആ കയറൊന്ന് പൊട്ടിക്കാൻ പോലും അവ ഒരിക്കലും ശ്രമിക്കുന്നില്ല. ഇത് കേട്ട ആ മനുഷ്യൻ ചിന്തയിലാണ്ടു. ആ കരുത്തരായ ആനകളെപ്പോലെ തന്നെയാകാം നമ്മളിൽ പലരും. എന്നോ ഉണ്ടായ ഒരു പരാജയത്തിന്റെ പേരിൽ എനിക്കിതിന് സാധിക്കില്ല എന്ന തെറ്റായ വിശ്വാസം നമ്മളും പേറുന്നുണ്ടാകാം. ലോകം മുഴുവൻ നമ്മളെ തടഞ്ഞാലും നമ്മുടെ സ്വന്തം വിശ്വാസമാണ് നമ്മുടെ ഏറ്റവും വലിയ തടസ്സമായി മാറുന്നത്. മനസ്സുവെച്ചാൽ പൊട്ടിച്ചെറിയാൻ കഴിയാത്ത ഒരു തടസ്സവും നമ്മുടെ ജീവിതത്തിലില്ല. ഒരിക്കൽ ഒരു കൂട്ടം തവളകൾ കാട്ടിലൂടെ ചാടി നടക്കുകയായിരുന്നു. കൂട്ടത്തിൽ 2 തവളകൾ അബദ്ധത്തിൽ ഒരു വലിയ പാലുപാത്രത്തിൽ വീണുപോയി. പാത്രം അല്പം ആഴമുള്ളതായിരുന്നു. പാൽ പകുതിയോളമുണ്ടായിരുന്നു താനും. തവളകൾ 2 പേരും പാത്രത്തിന് പുറത്തെത്താൻ പരമാവധി ശ്രമിച്ചു. പക്ഷേ പാത്രത്തിന്റെ വശങ്ങൾ മിനുസമുള്ളതായതുകൊണ്ട് ഓരോ തവണ ചാടുമ്പോഴും അവർ താഴേക്ക് തന്നെ വീണു. പുറത്തുനിന്നിരുന്ന മറ്റ് തവളകൾ ഇത് കണ്ടു പറഞ്ഞു, ഇനി ശ്രമിച്ചിട്ട് കാര്യമില്ല. ഈ പാത്രം ഒരുപാട് ആഴമുള്ളതാണ്. നിങ്ങളിതിൽ വീണു മരിക്കാൻ പോവുകയാണ്. മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് ആദ്യത്തെ തവള നിരാശനായി. ശരിയാണ്, ഇനി എത്ര ശ്രമിച്ചാലും പുറത്തുകടക്കാൻ കഴിയില്ല എന്ന് കരുതി അത് നീന്തുന്നത് നിർത്തി. നിമിഷങ്ങൾക്കുള്ളിൽ ആ തവള പാലിനടിയിലേക്ക് താഴ്ന്നുപോയി. എന്നാൽ രണ്ടാമത്തെ തവള തോറ്റുകൊടുക്കാൻ തയ്യാറായില്ല. പുറത്തുനിന്നുള്ള തവളകൾ നിർത്തൂ, ഇത് വെറുതെയാണ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നിട്ടും അത് ആഞ്ഞു നീന്തിക്കൊണ്ടേയിരുന്നു. തന്റെ കൈകാലുകൾ കൊണ്ട് അത് പാലടിച്ചുകൊണ്ടിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ തവളയുടെ തുടർച്ചയായ ചലനം കാരണം പാൽ കടഞ്ഞ് വെണ്ണയായി മാറി. ആ വെണ്ണക്കട്ടയുടെ മുകളിൽ ചവിട്ടിനിന്ന് ഒരു വലിയ ചാട്ടം ചാടി ആ തവള പുറത്തെത്തി. മറ്റുള്ളവർ അത്ഭുതത്തോടെ ചോദിച്ചു, ഞങ്ങൾ ഇത്രയധികം നിരുത്സാഹപ്പെടുത്തിയിട്ടും നീ എങ്ങനെ ഇത് സാധിച്ചു? അപ്പോഴാണ് അവർ ഒരു കാര്യം മനസ്സിലാക്കിയത്, ആ തവളയ്ക്ക് ചെവി കേൾക്കില്ലായിരുന്നു. പുറത്തുനിന്നുള്ളവർ തന്നെ പ്രോത്സാഹിപ്പിക്കുകയാണെന്നാണ് അവൻ കരുതിയത്. ആ പോസിറ്റീവ് ചിന്തയാണ് അവനെ രക്ഷിച്ചത്. നിങ്ങളെ തളർത്തുന്ന വാക്കുകൾക്ക് നേരെ ചെവി കൊട്ടുക. മറ്റുള്ളവർ നിനക്ക് കഴിയില്ല എന്ന് പറയുമ്പോൾ അത് കേൾക്കാതെ കഠിനാധ്വാനം ചെയ്താൽ ഏതു പ്രതിസന്ധിയിലും ഒരു വഴി തെളിയും. ഒരിക്കൽ ഒരു കർഷകന്റെ കഴുത അബദ്ധത്തിൽ ഒരു പഴയ ഉണങ്ങിയ കിണറ്റിൽ വീണുപോയി. പാവം കഴുത കിണറ്റിൽ കിടന്ന് ദയനീയമായി കരയാൻ തുടങ്ങി. കർഷകൻ കിണറ്റിലേക്ക് നോക്കി ആലോചിച്ചു. കഴുതയ്ക്ക് നല്ല പ്രായമായിരിക്കുന്നു, കിണറാണെങ്കിൽ ഉപയോഗശൂന്യവുമാണ്.
അതിനെ പുറത്തെടുക്കുക എന്നത് വലിയ ചിലവുള്ള കാര്യമായതുകൊണ്ട് കിണർമണ്ണ് ഇട്ടുമൂടാൻ അദ്ദേഹം തീരുമാനിച്ചു. കർഷകൻ അയൽക്കാരെ സഹായത്തിന് വിളിച്ചു. എല്ലാവരും ചേർന്ന് മണ്ണ് വെട്ടി കിണറ്റിലേക്കിടാൻ തുടങ്ങി. താൻ മരിക്കാൻ പോവുകയാണെന്ന് മനസ്സിലാക്കിയ കഴുത ആദ്യം ഉച്ചത്തിൽ കരഞ്ഞു. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ കിണറ്റിൽ നിന്ന് ശബ്ദമൊന്നും കേൾക്കാതായി. കൗതുകം തോന്നിയ കർഷകൻ കിണറ്റിലേക്ക് എത്തിനോക്കി. കണ്ട കാഴ്ച അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. ഓരോ തവണയും പുറത്തുനിന്നും ആളുകൾ മണ്ണിടുമ്പോൾ കഴുത ആ മണ്ണ് തന്റെ ശരീരത്തിൽ നിന്നും കുടഞ്ഞുകളയുകയും താഴെ വീഴുന്ന മണ്ണിനു മുകളിൽ ചവിട്ടി നിൽക്കുകയും ചെയ്യുന്നു. മണ്ണ് വീണുകൊണ്ടേയിരുന്നു. കഴുത അത് കുടഞ്ഞുകളഞ്ഞുകൊണ്ടിരുന്നു. ഓരോ മൺകൂനയും ആ കഴുതയെ ഉയരങ്ങളിലേക്ക് എത്തിച്ചു. ഒടുവിൽ കിണർ മണ്ണിട്ട് നിറഞ്ഞപ്പോൾ കഴുത ആയാസരഹിതമായി പുറത്തേക്ക് നടന്നുപോയി. തന്നെ കൊല്ലാൻ വന്ന മണ്ണിനെ തന്നെ ഒരു ചവിട്ടുപടിയാക്കി മാറ്റാൻ ആ കഴുതയ്ക്ക് കഴിഞ്ഞു. നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവർ പലതരത്തിലുള്ള വിദ്വേഷങ്ങളും കുറ്റപ്പെടുത്തലുകളും നമ്മുടെ മേൽ വാരിയെറിഞ്ഞേക്കാം. എന്നാൽ അവയെല്ലാം കണ്ടു തളരാതെ ആ പ്രതിസന്ധികളെ തന്നെ ചവിട്ടുപടികളാക്കി മാറ്റിയാൽ നമുക്ക് വിജയത്തിന്റെ കൊടുമുടിയിലെത്താൻ സാധിക്കും.